എടാ നീ പറഞ്ഞില്ലേ വലിയ സ്റ്റോറി ഉണ്ടെന്ന്. അതെന്തുവാ ഇത്ര വലിയ സ്റ്റോറി? നീ ഒന്ന് പറഞ്ഞു തന്നേ. ഞാനാണെങ്കിൽ പണ്ട് മുതലേ ഫ്രീ ഫയർ കളിക്കുന്നതാ. 2018 ആ ഒരു ടൈമിലെ ഞാൻ ഈ ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്യുന്നേ. അങ്ങനെ ഞാൻ കുറെ നാൾ ഈ ഫ്രീ ഫയർ കളിച്ച് ഈ ഫ്രീ ഫയറിൽ അങ്ങ് അഡിക്റ്റ് ആയിപ്പോയി. അഡിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ആയിപ്പോയി. എന്റെ ജീവിതത്തിലെ പകുതി സമയം ഞാൻ ഈ ഒരു ഫ്രീ ഫയറിന് വേണ്ടി ചെലവാക്കി. അങ്ങനെ ഞാൻ ഈ ഒരു ഗെയിം നല്ല രീതിക്ക് ഇഷ്ടപ്പെടാനും അതുപോലെ തന്നെ നല്ല രീതിക്ക് കളിക്കാനും തുടങ്ങി. പിന്നീട് അങ്ങോട്ട് എനിക്ക് അക്കൗണ്ട് ഒന്ന് സെറ്റ് ആക്കണം എന്നുള്ള ഒറ്റ മൈൻഡേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഫുൾ ടൈം പിന്നെ ടോപ്പപ്പിലോട്ട് അങ്ങ് മാറി. എന്റെ പൈസയും വീട്ടുകാരുടെ പൈസയും അങ്ങനെ കുറെ പൈസ ഈ ഒരു ഗെയിമിന് വേണ്ടി ചെലവാക്കി. വരുന്ന ഇവന്റ്സ് മൊത്തം ഞാൻ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ ആ ഒരു അക്കൗണ്ട് ഞാൻ സെറ്റ് ആക്കി എടുത്തു. പിന്നീട് ഞാൻ അങ്ങ് ഫുൾ ടൈം കളിയും ടോപ്പും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. ഒരു ദിവസം അങ്ങനെ രാവിലെ ഞാൻ ഗെയിം ഓപ്പൺ ചെയ്തപ്പോഴാണ് ഈ ഒരു കാഴ്ച ഞാൻ കാണുന്നത്. എന്തുവാടാ, എന്തു പറ്റി? എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാ ഞാൻ പറഞ്ഞുതരാം. ഒരു തരത്തില് ഹാക്ക് യൂസ് ചെയ്യാത്ത എന്റെ അക്കൗണ്ട് ഗരീന ഒരു കാരണമില്ലാതെ സസ്പെൻഡ് ആക്കി കളഞ്ഞു. അതും പെർമനന്റ് ആയിട്ട് സസ്പെൻഡ് ആക്കി കളഞ്ഞു. അതെന്ത് പരിപാടിയാടാ ഗരീന കാണിച്ചത്? അത് മോശമായി പോയി. എന്ത് ചെയ്യാനാ, അത്രയും നല്ല രീതിക്ക് ടൈം സ്പെൻഡ് ചെയ്ത് അതുപോലെ തന്നെ നല്ല രീതിക്ക് ഡയമണ്ടും പൊട്ടിച്ച അക്കൗണ്ടാ സസ്പെൻഡ് ആക്കി കളഞ്ഞേ. എന്നാൽ ഹാക്ക് യൂസ് ചെയ്തെങ്കിൽ പോട്ടെ, ഒരു തരത്തില് ഹാക്ക് യൂസ് ചെയ്യാത്ത അക്കൗണ്ട് അല്ലേ സസ്പെൻഡ് ആക്കി കളഞ്ഞേ. ഞാൻ പിന്നെ കുറെ ട്രൈ ചെയ്തു ആ ഒരു അക്കൗണ്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. ഗരീനയ്ക്ക് ഒഫീഷ്യൽ ആയിട്ട് മെയിലും ചെയ്തു. പക്ഷെ ഒരു തരത്തിലുള്ള റെസ്പോണ്ടും ഉണ്ടായിട്ടില്ല ഇതുവരെയും. എന്ത് പറയാനാ, ഒരു തരത്തിലും ഹാക്ക് യൂസ് ചെയ്യാതെ എന്നെ ഹാക്കർ ആക്കിയില്ലേ, അതിന്റെ പ്രതികാരമാണ് കൂട്ടിക്കോ. ആ ഒരു കാരണം കൊണ്ടാ ഞാനിപ്പോ ഹാക്ക് യൂസ് ചെയ്ത് കളിക്കുന്നേ. എന്റെ ആ ഒരു അക്കൗണ്ട് എന്ന് തിരിച്ചു കിട്ടുന്നോ അന്ന് ഞാൻ ഈ ഹാക്ക് യൂസ് ചെയ്യുന്നത് നിർത്തും.